ഹലോ ഗൈസ്, ഇത്രയും ഗുണങ്ങളടങ്ങിയ ഒരു സാധനം വേറെ ഉണ്ടാവില്ല. നമ്മളീ പറയുന്നത് ആരുടെ കാര്യം വെച്ചാൽ മുരിങ്ങയിലേൻ്റെ കാര്യമാണ്. പാലിനേക്കാളും മുട്ടയേക്കാളും ഒക്കെ ഒരുപാട് ഗുണങ്ങളടങ്ങിയത്. അയണും കാൽഷ്യവും മഗ്നീഷ്യം പൊട്ടാസ്യം എല്ലാം അടങ്ങിയ ഒരു അടിപൊളി സംഭവമാണ്. ഇത് നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആരും തന്നെ വിട്ട് കളയില്ല. എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക. ഇതാദ്യം നമ്മളിതാ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യമായിട്ട് കുറച്ച് തേങ്ങ തിരുവി എടുക്കുന്നുണ്ട്. നമ്മൾ തേങ്ങ ചിരണ്ടി എടുക്കുക. അതിലേക്ക് ആവശ്യമായിട്ട് മുളക്, പച്ചമുളക്, വെളുത്തുള്ളി, ചുവന്നുള്ളി, മല്ലിപ്പൊടി ഇത്ര ഇട്ട് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കുക. എന്നാൽ മല്ലിയിലൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിതാ സവോള നമ്മൾ മുറിച്ചെടുക്കുക. സവോള അല്ലെങ്കിൽ ചെറിയ ഉള്ളി ചേർത്താലും മതി. ചെറിയ ഉള്ളി തേക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചെടുക്കുക. കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കുക. അത് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ സവാള ഇട്ട് കൊടുക്കുക. സവാള ഇങ്ങനെ വഴറ്റണം എന്നുള്ള ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ സവാളയും നമ്മൾ അരച്ച് വെച്ചിട്ടുള്ളതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കടുക് പൊട്ടിച്ചതിനകത്തോട്ട് ഇട്ടാലും എളുപ്പമാണ്. ഞാനിപ്പം ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുന്നതാണ്. നല്ല ടേസ്റ്റുണ്ട്, അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അധികമൊന്നും വേണ്ട, ചെറിയതായിട്ടത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള കൂട്ടിട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള മുരിങ്ങേൻ്റെ ഇല ചേർത്ത് കൊടുക്കുക. അതിൻ്റെ മുരിങ്ങയില നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കുക. ഇതിലിടയ്ക്ക് മോള് കരയുന്നുണ്ട്. ഇത് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കരയുന്ന കേട്ടോ. സോറി ഗായ്സ്. പിന്നെ നമ്മൾ ഇതിട്ടിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ 2-3 മുട്ടയും കൂടെ പൊട്ടിച്ച് വെച്ചാൽ അടിപൊളിയായിരിക്കും. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. ഇതിലേക്ക് മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കുക. അടിപൊളി. എന്നിട്ട് ചിക്കി എടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് മുട്ട ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ മുട്ട ഇടാഞ്ഞത്, അല്ലെങ്കിൽ മുട്ടയിട്ട് ചെയ്യത്തുള്ളായിരുന്നു. എന്നാലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. മുരിങ്ങയില വിട്ട് കളയൽ ഗൈസ്. ഏറ്റവും അടിപൊളി സാധനമാണ്. പാലിനേക്കാളും മുട്ടയേക്കാളും അടിപൊളി കാൽഷ്യം കൂടുതൽ അടങ്ങിയിട്ടുള്ളത് മുരിങ്ങയിലയിലാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക.